സ്കൂളിലേക്ക് പോകുമ്പോ തലയിൽ തട്ടമിട്ടു എന്ന് വരുത്തി തീർത്തൊരു സ്ലൈഡ് കൊണ്ട് കുത്തിവെച്ച് ക്ലാസ്സിൽ ചെല്ലുന്നതിന് മുമ്പായി തന്നെ അത് മടക്കി ബാഗിൽ ഒതുക്കി വെക്കുന്ന മക്കളല്ലേ? വാപ്പയുടെ മുന്നിൽ യൂണിഫോം ധരിച്ച് പുറത്തിറങ്ങുമ്പോ ആ യൂണിഫോം ബാഗിനുള്ളിലാക്കിയിട്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി മറ്റുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് സിനിമാ തിയേറ്ററിൽ പോയി ഉളുപ്പില്ലാതെ നാണമില്ലാതെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ? സ്കൂള് വിട്ടിട്ട് വേഗം തിരിച്ചു വരാതെ ഇന്നെനിക്ക് പ്രത്യേക ട്യൂഷനുണ്ടെന്ന് കളവ് പറഞ്ഞിട്ട് ഏതെങ്കിലും ബസ്സിന്റെ പിന്നാമ്പുറത്ത് പോയിരുന്ന് ഏതെങ്കിലും ഒഴിഞ്ഞ കടമുറയിൽ പോയിരുന്ന് അന്യരാകുന്ന ചെറുപ്പക്കാരന്റെ ചുണ്ടു നുണയുന്നതായ മുസ്ലിം അംഗമാരെ ചെറുപ്പക്കാരികൾ നമ്മുടെ നാട്ടിലില്ലേ? ആഖിറം നഷ്ടമാണ്. എന്തിനാണ് ഹിജാബ് എന്ന് ചോദിക്കുന്നവരെ, ആഖിറം നിനക്ക് വേണോ പരലോകം വേണോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹൻ നബിയോ ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. നബിയങ്ങളോട് ഖുർആനിലൂടെ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നബിയേ തങ്ങൾ തങ്ങളുടെ ഭാര്യമാരോട് തങ്ങളുടെ പെൺമക്കളോട് ലോകത്തുള്ള മുസ്ലിം അംഗമാരോട് പറയണേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ജിൽബാബ് ധരിച്ചു കൊള്ളട്ടെ. അന്യരാകുന്ന പരപുരുഷന്മാരിൽ നിന്ന് ഹിജാബ് പാലിച്ചുകൊണ്ട് നിലകൊള്ളട്ടെ. അത് മുസ്ലിമിന്റെ സൗന്ദര്യമാണ്. മുസ്ലിമത്തായ പെണ്ണാണോ? അവൾ പതിവ്രതയാണെന്ന് തിരിച്ചറിയാനുള്ള വസ്തുതയാണത്. ആ രീതിയിലുള്ള വസ്ത്രവിധാനം അവൾ നല്ലവളാണെന്നുള്ള സൂചനയാണെന്ന് വിശുദ്ധമായ ഖുർആൻ